ഹായ്, ഞാൻ സുമൻ കുമാറാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിൻ്റെ മറ്റൊരു ക്ലാസ്സാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് വിഷുവിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്യൂട്ടോറിയലാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം വിഷുവൊക്കെ വരികയല്ലേ, അപ്പോൾ എല്ലാവർക്കും അത് ചെയ്ത് നോക്കണ്ടേ. അതുകൊണ്ട് വിഷുവായിട്ട് ബന്ധപ്പെട്ടൊരു ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് കോമ്പോസിഷൻ എടുക്കുന്നു. ഓക്കെ, അതിലേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. മൾട്ടിപ്പിൾ ഫയൽസ് കൊടുക്കുകയാണ്. അപ്പം ഒന്നിൽ തവണ എനിക്ക് ഫയൽസ് എടുക്കേണ്ടതാണ്ട് ആയതുകൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ഫയൽസ് കൊടുക്കുകയാണ്. കൃഷ്ണൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ കണ്ണിൻ്റെ കൺപോള ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. പിന്നെ എനിക്ക് കൊന്നപ്പൂ വേണം. അത് ഫൂട്ടേജ് ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. കാരണം സിംഗിൾ ലെയറാണ്, ഒറ്റ ലെയറേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സിംഗിൾ ലെയർ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഡൺ. അപ്പോൾ നമുക്ക് കൃഷ്ണനെ പിടിച്ചു നമ്മളെ കോമ്പോസിഷനിലേക്ക് ഇടാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് അതിൽ അനാവശ്യ ലെയറുണ്ട്, അതങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. രണ്ടും സെപ്പറേറ്റ് ലെയറുകളാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഹെഡിൻ്റെ പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് റൊട്ടേഷൻ ഓക്കെ പക്ക. ഇനി അവിടെ നമുക്കുടെ കൺപോള വേണം നമുക്ക്. അതിന് വേണ്ടി ജസ്റ്റ് ഇതാണ്ട് അതിനകത്ത് പോയിട്ട് ഡ്രാഗ് ചെയ്ത് ഇടുന്നു. രണ്ട് ലെയറും ഇടുന്നു. ഓക്കെ, രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. കറക്റ്റ് ഇതിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അതും പക്ക, കുഴപ്പമില്ല. ഇനി രണ്ട് ലെയർ ഞാൻ 3D ആക്കിയാണ്. അതിനുശേഷം ഞാൻ റൊട്ടേഷൻ എടുക്കുന്നു. റൊട്ടേഷൻ എടുത്തതിന് ശേഷം ഞാൻ രണ്ട് ലെയർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, പാൻ ബിഹൈൻഡ് ടൂൾ എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കണം? ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇതിൻ്റെത് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. 3D ആക്കുന്നതിന് മുന്നേ ചെയ്താൽ കുറച്ച് എളുപ്പമായിരിക്കും. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ച് 3D ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ രണ്ടിനെ റൊട്ടേഷൻസ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്യുക. അവിടെ ഒപ്പാസിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. അപ്പം റൊട്ടേഷനും ഒപ്പാസിറ്റിക്കും ഞാൻ കീ കൊടുത്തു. ഒപ്പാസിറ്റി 0 ആക്കുന്നു. കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇത് 0 എടുക്കുക. ഒപ്പാസിറ്റി 100 ആക്കുക. ഓക്കെ, എൻ്റെ അനിമേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനും വേണ്ടേ, അപ്പോൾ 100 കൊടുക്കുക. ഓക്കെ, എൻ്റെ അനിമേഷൻ കേട്ടോ. അപ്പോൾ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് സെറ്റ് ചെയ്യുക കുറച്ച്. ഓക്കെ, അപ്പോൾ കുറച്ച് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഫ്രെയിമിൽ തിരിച്ച് പഴയതുപോലെ ഫസ്റ്റ് ഫ്രെയിം അങ്ങ് കോപ്പി ചെയ്യുക. പേസ്റ്റ്, കോപ്പി പേസ്റ്റ്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒപ്പാസിറ്റിക്ക് കീ കൊടുക്കുക. കൊടുത്തതിന് ശേഷം അടുത്ത ഫ്രെയിമിലേക്ക് ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടിട്ട് 0 കൊടുക്കുക. ഇതിൻ്റെ അനിമേഷൻസ് ഓക്കെ. അത് F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എല്ലാ കീസും സെലക്ട് ചെയ്യുക. F9 പ്രസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, എൻ്റെ അനിമേഷൻ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാ ഫ്രെയിമും ജസ്റ്റ് കോപ്പി പറഞ്ഞതിന് ശേഷം ഇത് കുറച്ച് മുന്നോട്ട് വെച്ചിട്ട് ഇതെല്ലാം അവിടെ സെലക്ട് ചെയ്യുക. കോപ്പി, പേസ്റ്റ് പറയുക. ഇതും സെലക്ട് ചെയ്യുക. കോപ്പി, പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ്
കോപ്പി പേസ്റ്റ്, പേസ്റ്റ്, കോപ്പി പേസ്റ്റ്, പേസ്റ്റ്, കോപ്പി പേസ്റ്റ്. നമുക്കൊരു 5 സെക്കൻഡ് മതി, 6 സെക്കൻഡ് മതി. നമുക്ക് 6 സെക്കൻഡിലേക്ക് സെറ്റ് ചെയ്ത് നിർത്താം നമുക്ക്. ഓക്കെ, നമുക്ക് കൺപോളയുടെ അനിമേഷനായി. ഇനി ഈ 2 കൺപോളകളും ഏതിലേക്ക് പാരൻ്റ് ചെയ്യണം? നമ്മുടെ ഹെഡിലേക്ക് പാരൻ്റ് ചെയ്യണം. ഞാനതൊന്ന് അറിയാൻ വേണ്ടി റീനെയിം ചെയ്തിടുകയാണ്. ഹെഡ്, കൺപോളകൾ ഹെഡിലേക്ക് പാരൻ്റ് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഹെഡ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് കൺപോളയും അതിനൊപ്പം മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ജസ്റ്റ് ഞാൻ റൊട്ടേഷൻ കീ കൊടുക്കുന്നു. 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് തിരിച്ച് മൂവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അനിമേഷൻസ് ഓക്കെ. അപ്പോൾ ഒരു 3 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് പഴയതുപോലെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ഞാൻ F9 പ്രസ് ചെയ്യുന്നു. ഗ്രാഫ് എടുത്തതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്യുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രാഫ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം, അനിമേഷൻ നോക്കാം. ഓക്കെ, ഇനി ഞാൻ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ലൂപ്പ് ഔട്ട് ബ്രാക്കറ്റ് ഓപ്പണും ക്ലോസും കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര ഫ്രെയിം ഉണ്ടോ അത്ര ഫ്രെയിം ജസ്റ്റ് ഇങ്ങനെ അനിമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അനിമേഷൻ സെറ്റായിട്ടുണ്ട്. ഇനി കോമ്പോസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനിമേഷൻ സെറ്റായി. അപ്പം ഇനി നമുക്ക് വേണ്ട ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കൊന്നപ്പൂ ഞാൻ എടുത്തിരുന്നു, അതിനെ ഡ്രാഗ് ചെയ്തിടുകയാണ്. കണ്ടോ? അപ്പോൾ ഒന്ന് സ്കെയിൽ ചെയ്യുക. അതിൻ്റെ പാൻ ബൈ കൂടെ ഒന്ന് ജസ്റ്റ് മുകളിലോട്ട് ഇട്ടതിന് ശേഷം സെലക്ഷൻ എടുത്ത് ജസ്റ്റ് ബാക്കിലേക്ക് അതിന് ജസ്റ്റ് റൊട്ടേഷൻ എടുത്തിട്ട് വിഗിൾ ആൾട്ട് പ്രസ് ചെയ്ത് ആ കീ പ്രസ് ചെയ്യുക, വിഗിൾ കൊടുക്കുക. ബ്രാക്കറ്റിൽ 1,10 1,10 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഒരു അനിമേഷൻസ് പഠിച്ചില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇതിൽ ചെയ്ത അനിമേഷൻസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.